രാവിലെ ടെഹ്റാനിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ വെറും ശബ്ദങ്ങളല്ലായിരുന്നു. അതൊരു വലിയ പൊട്ടിത്തെറിയുടെ തുടക്കമായിരുന്നു. പശ്ചിമേഷ്യ വീണ്ടും കനത്ത യുദ്ധമേഘങ്ങൾക്ക് കീഴിലാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വെറുമൊരു വാർത്തയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒരു നിർണായക നിമിഷമാണ്. ഈ ആക്രമണത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്ത്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരെയാണ് ബാധിക്കാൻ പോകുന്നത്? യുദ്ധത്തിന് തിരികൊളുത്തിയ ഇസ്രയേൽ പറയുന്നത് ഇതൊരു മുൻകരുതൽ ആക്രമണം എന്നാണ്. തങ്ങളുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുന്ന ഇറാനിയൻ മിസൈൽ ശൃംഖലകളെ തകർക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ ഇത്രയും വലിയൊരു സൈനിക നടപടി നടത്തുമ്പോൾ അവിടെ ഉയരുന്ന വലിയൊരു ധാർമ്മിക ചോദ്യമുണ്ട്. നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടോ? പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര സമൂഹം പശ്ചിമേഷ്യയിൽ സമാധാനത്തിനായി സംസാരിക്കുന്നു. പക്ഷേ ഇന്ന് ആ ചർച്ചാമേശകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പകരം അവിടെ മുഴങ്ങുന്നത് മിസൈലുകളുടെ ശബ്ദമാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ഈ മുന്നേറ്റം ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ തകർക്കാൻ സഹായിച്ചേക്കാം. പക്ഷേ അതൊരു വലിയ വിപത്തിന് തുടക്കമിടുകയാണോ? ഈ സംഘർഷം ടെഹ്റാനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ആഗോള സമ്പദ്ഘടനയുടെ ജീവരക്തമാണ് ഈ മേഖല. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. അവശ്യവസ്തുക്കളുടെ വിലവർദ്ധനവ്, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ഒടുവിൽ അത് ബാധിക്കുന്നത് സാധാരണക്കാരനായ മനുഷ്യനെയാണ്. യുദ്ധം തുടങ്ങുന്നത് ഭരണാധികാരികളുടെ മേശപ്പുറത്താണെങ്കിലും അതിന്റെ ദുരന്തം പേറുന്നത് ജനങ്ങളാണ്. വൻ ശക്തികളുടെ ഈ അധികാരക്കളിയിൽ സമാധാനവും മനുഷ്യജീവനും എവിടെയാണ് ഇടം പിടിക്കുന്നത്? ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ആയുധങ്ങൾ കൊണ്ട് ആശയങ്ങളെ അടിച്ചമർത്താനാവില്ല. ഇന്നത്തെ ഈ മിസൈൽ ആക്രമണം നാളത്തെ സമാധാനത്തിന് വഴി തുറക്കുമോ? അതോ ഇനിയൊരു തലമുറയെ കൂടി പട്ടിണിയിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും തള്ളിവിടുമോ? നമുക്ക് വേണ്ടത് യുദ്ധമല്ല, വിവേകമാണ്. വൻ ശക്തികൾ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുകളിൽ മാനവികതയെ പ്രതിഷ്ഠിക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ അഗ്നിപർവ്വതത്തിന് മുകളിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നതിനും ഒരു വലിയ പരിധിയുണ്ട്. ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ ഒരു വാക്കിനാണ്, വെടിയുണ്ടകൾക്കപ്പുറമുള്ള ഒരു നയതന്ത്രത്തിനായി. ന്യൂസ് ഡെസ്ക്, ZEDCO ന്യൂസ്.